പണം വായ്പ വേണോ എന്ന് ചോദിച്ച് നിങ്ങൾക്കിടയ്ക്ക് ഫോൺ കോളുകൾ വരാറുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ കാണാറുണ്ടോ? സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ യാതൊരു ഈടുമില്ലാതെ പണം കടം കിട്ടുമെന്ന് കണ്ടാൽ അറിയാതെ ചിലർ വായ്പ എടുത്തു പോകുമല്ലേ? ഇങ്ങനെ ലോൺ ആപ്പുകൾ വഴി പണം എടുത്താനുള്ള അപകടത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ വലിയ തോതിലുള്ള ഉപദ്രവം നേരിടേണ്ടി വരും. ബ്ലാക്ക് മെയിലിംഗ്, ഭീഷണി, സമ്മർദ്ദം, അങ്ങനെ പല അപകടങ്ങളും ഇവിടെ പതിയിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദിൻ്റെ ആത്മഹത്യ ലോൺ ആപ്പിൻ്റെ ചതിക്കുഴിയെ തുടർന്നാണ് പരാതി. ആനന്ദിൻ്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പരാതിയുണ്ട്. ആസിഡ് കഴിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് യുവാവിൻ്റെ മരണം സംഭവിച്ചത്. ആര്യനാട് പറണ്ടോട് സ്വദേശിയാണ് മരിച്ച ആനന്ദ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓൺലൈൻ വഴി ആനന്ദ് ലോണിന് അപേക്ഷ നൽകിയിരുന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനായി അക്കൗണ്ട് വിവരങ്ങളും ഒപ്പം ഫോട്ടോയും അപ്ലോഡ് ചെയ്തു. വൈകാതെ ഫോണിലേക്ക് ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ വന്നു. നിരവധി നമ്പറുകളിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ഫോൺ കോളുകളും എത്തി. ഇതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആനന്ദിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു. സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. പിന്നീടാണ് അറിയണതിന്റെ പോലെ എന്തിനാണ് പറ്റിയെന്നാണ്. പൈസ ചോദിച്ചെന്നൊക്കെ പറയണേ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു. എന്റെ പിള്ളേക്ക് പോയി. അതേസമയം ആനന്ദ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഉടമയ്ക്കും ആത്മഹത്യയിൽ പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സ്ഥാപനത്തിനടുത്ത് വെച്ച് ആസിഡ് കഴിച്ച ആനന്ദിനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകിയെന്നും കുടുംബം ആരോപിച്ചു. ഈ 2 മാസം ഒരു കടയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, 1 വർഷം കൊണ്ട് 1-2 വർഷം കൊണ്ട് ടയർ കടയിലും പോകണം. ഇവൻ ഈ ടയർ കടയിൽ അമ്മമാരായിട്ട് ചെറിയ വിഷയമായി. അടുത്ത് വന്ന് 1-ാം തീയതിയിലാണ് ചെല്ലാൻ പറഞ്ഞു. ഈ മാസം 1-ാം തീയതിയിലാണ്. അപ്പോൾ ഞാൻ മക്കളെ പോകണ്ട, നമുക്ക് വേറെ ഞാൻ എന്തെങ്കിലും സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് ഇറങ്ങി. 1-ാം തീയതിയിലന്ന് ഞായറാഴ്ചയാണ്, അന്ന് പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ച തൊട്ട് പോകണം. 4-ാം തീയതിയിലാണ് ഈ സംഭവം. ഇവൻ അമ്മ കടയിൽ നിന്നിട്ട് ഒന്ന് പോയിട്ട് ഇവൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ആനന്ദിന്റെ ബന്ധുക്കളുടെ മൊബൈലിലേക്കും മോർഫ് ചെയ്ത ചിത്രങ്ങൾ വന്നു. തുടർന്ന് ബന്ധുക്കൾ ആനന്ദിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ ചിത്രങ്ങൾ കണ്ടെത്തിയത്. ആനന്ദിന്റെ ആത്മഹത്യയിൽ ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ വന്ന വാട്സ്ആപ്പ് നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ആര്യനാട് പുളിമൂടുള്ള ടയർ കടയിലെ ജീവനക്കാരനായിരുന്നു ആനന്ദ്. ഷോപ്പിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് ആസിഡ് കഴിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയത്. മാർച്ച് 6 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.